ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരുവനന്തപുരത്തിന്റെ തന്നെ സ്വന്തം സ്പെഷ്യൽ വടക്കൂട്ടുകറി റെസിപ്പിയാണ് ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ഇവിടെ നമ്മൾ ഏത് സദ്യ കഴിച്ചാലും ആ സദ്യകളിൽ ഒഴിച്ചുകൂടാനാകാത്തൊരു കൂട്ടുകറിയാണിത്. അതുപോലെ തന്നെ ഈ കൂട്ടുകറി ഒരു തവണയെങ്കിലും കഴിച്ചു നോക്കിയിട്ടുള്ളവർക്ക് അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് അറിയാമായിരിക്കും. ഈ കൂട്ടുകറി നമുക്ക് സദ്യയോടൊപ്പം മാത്രമല്ല ഏത് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയോടും നമുക്ക് കഴിക്കാവുന്നതാണ്. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയും കൂടിയാണിത്. അപ്പോൾ നമുക്ക് സദ്യയിൽ കിട്ടുന്ന അതേ രുചിയിൽ തന്നെ വീട്ടിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കിയാലോ. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇത്രയാണ്. കൂട്ടുകറി ചെയ്യുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വടയ്ക്ക് വേണ്ടിയിട്ടുള്ള വട ബാറ്റർ തയ്യാറാക്കുക എന്നുള്ളതാണ്. 1/2 കപ്പ് ഉഴുന്ന് 2 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് വെള്ളം ചേർക്കാതെ ലോ സ്പീഡിൽ അരച്ചെടുക്കണം. അതുപോലെ മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ തുടർച്ചയായിട്ട് ഗ്രൈൻഡ് ചെയ്യാതെ നിർത്തി വേണം ഗ്രൈൻഡ് ചെയ്യാനായിട്ട്. വേണമെങ്കിൽ 1 തൊട്ട് 2 ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരുമിച്ച് ചേർക്കാതെ ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 1/4 ടീസ്പൂണിന്റെ പകുതി ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. വട ബാറ്ററിൽ ഉപ്പല്ലാതെ വേറെ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. വേണമെങ്കിൽ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് അരച്ച് തന്നെ നമ്മുടെ ബാറ്റർ എടുക്കണം. എങ്കിലേ വട നമുക്ക് നല്ല ടെക്സ്ചറിൽ കിട്ടുകയുള്ളൂ. വട ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റാം. മാവ് കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റ് ആകാനായിട്ട് നന്നായി മിക്സ് ചെയ്യണം. വട ചെയ്യുമ്പോൾ കൈ കൊണ്ടോ സ്പൂണ് കൊണ്ടോ ചെയ്യാവുന്നതാണ്. വെള്ളത്തിൽ തൊട്ടതിന് ശേഷം മാവ് എടുക്കുകയാണെങ്കിൽ മാവ് ഒട്ടിപ്പിടിക്കില്ല. ഇനി ഒരു പാനിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം കുഞ്ഞു കുഞ്ഞു വടകളായിട്ട് ചെയ്തെടുക്കാം. വട ചെയ്യുമ്പോൾ ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ചെയ്യണം. ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ ആകേണ്ട കാര്യമില്ല. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോൾ തന്നെ വട നമുക്ക് എടുക്കാവുന്നതാണ്. വട 2 തൊട്ട് 3 മിനിറ്റ് വരെ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. ഇപ്പോൾ നമ്മുടെ വടയെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൂട്ടുകറിക്കുള്ള മസാല തയ്യാറാക്കുന്നതിനായിട്ട് അത്യാവശ്യം വലുപ്പമുള്ളൊരു പാൻ എടുക്കുക. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റണം. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുളകും സവാളയും കൂടെ ചേർത്ത് കൊടുക്കണം. ഉള്ളി പെട്ടെന്ന് വാടുന്നതിനായിട്ട് നമുക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ബാക്കി ഉപ്പ് നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉള്ളി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഈ കൂട്ടുകറിയിൽ മല്ലിപ്പൊടിയുടെ മണമാണ് മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മല്ലിപ്പൊടി കുറച്ച് കൂടുതലായിട്ട് ചേർത്തത്. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. അതും ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കുറച്ചു നേരം വഴറ്റി ഡ്രൈ ആക്കി എടുക്കണം. അതുപോലെ ഉരുളക്കിഴങ്ങ് കറുത്തു പോകാതിരിക്കാനായിട്ട് വെള്ളത്തിലാണ് ഞാൻ ഇട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ അതിലുള്ള ജലാംശം മാറുന്നത് വരെ ഡ്രൈ ചെയ്തെടുക്കണം. നമ്മൾ വഴറ്റുന്നത് കൊണ്ട് തന്നെ ഉരുളക്കിഴങ്ങിന്റെ പച്ചമണം മാറി കിട്ടുകയും ചെയ്യും. വേഗം തന്നെ നമുക്ക് വെന്ത് കിട്ടുകയും ചെയ്യും. 2ാം പാല് ചേർത്ത് കൊടുക്കാം. 2ാം പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം 10 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ കുക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 5 തൊട്ട് 10 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യുമ്പോഴേക്ക് തേങ്ങാപ്പാലിൽ കിടന്ന് തന്നെ ഉരുളക്കിഴങ്ങ് വേകണം. എങ്കിലേ നമ്മുടെ കറിക്ക് നല്ല സ്വാദം ഉണ്ടാകുകയുള്ളൂ. ഇനി നമുക്ക് മൂടി അടച്ചു വെച്ച് തന്നെ വേവിക്കാം. പാത്രത്തിൽ പിടിക്കാതിരിക്കാനായിട്ട് കറി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് നല്ല പരുവത്തിന് തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നേരത്തെ ചെയ്തു വെച്ചിരിക്കുന്ന വട കൂടെ ഇതിൽ ഇട്ട് കൊടുക്കാം. ഇനി ഒരുപാട് ഉരുളക്കിഴങ്ങിൻ്റെ കറി പറ്റിക്കേണ്ട കാര്യമില്ല. കാരണം വട അതിലേക്ക് ഇടുമ്പോൾ തന്നെ ഉരുളക്കിഴങ്ങിലുള്ള എല്ലാ ജലാംശവും വട അബ്സോർബ് ചെയ്യും. അതുകൊണ്ട് തന്നെ കറി കുറുകിയാണ് കിട്ടുന്നത്. കൂട്ടുകറിയാണല്ലോ. കറിയുടെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇലയിൽ വിളമ്പുമ്പോൾ
കറി അവിടെ തന്നെ ഇരിക്കണം. ഇതാണ് കറിയുടെ കൺസിസ്റ്റൻസി. ഇനി നമുക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം. ഒന്നാം പാല് ചേർത്ത് ഇളക്കിയതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ഗരം മസാല മിക്സ് ചെയ്ത് കടുകൂടെ താളിച്ച് പാത്രത്തിന്റെ അടപ്പ് കൊണ്ട് നല്ല തണുക്കുന്നത് വരെ അടച്ചു വെക്കണം. ഇങ്ങനെ അടച്ചു വെക്കുമ്പോൾ കറിയിലേക്ക് നമ്മുടെ മസാലയുടെ മണവും കടുക് താളിച്ചതിന്റെ മണവും കൂടെ ചേർന്ന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് കറി കിട്ടും. എന്ത് സാധനവും നമ്മൾ കടുക് വറുത്തതിന് ശേഷം അടച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മുടെ സദ്യ സ്പെഷ്യൽ വടക്കൂട്ടുകറി റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. അത്രയ്ക്ക് സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. തലേ ദിവസം വട നിങ്ങൾക്ക് ചെയ്ത് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ റെസിപ്പി കുക്കറിലും ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അതോടൊപ്പം തന്നെ വീഡിയോ കാണുന്നവരിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്